ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ബൈ ഡിഫോൾട്ട് നമുക്ക് ദൈവം ചിലത് ഒരുക്കുന്നുണ്ട്. നമ്മളെല്ലാം ദൈവത്തോട് എന്തൊക്കെയോ എനിക്കങ്ങ് ഒരുക്കണേ എന്ന് പറയുക. അത് പ്രത്യേകിച്ച് പറയണ്ട, സ്നേഹിച്ചാൽ മതി. ജസ്റ്റ് കീപ് ലവിങ് ഗോഡ്. ഹീ വിൽ പ്രിപ്പയർ ദ ഗുഡ് തിങ്സ്. ഹീ വിൽ ഈവൻ പ്രിപ്പയർ എ ബാങ്ക്വറ്റ് എന്നാണ്. എന്താണ്? അവൻ എനിക്കൊരു വിരുന്നൊരുക്കുന്നു, ശത്രുക്കൾ മുമ്പാകെ എനിക്ക് മേശ ഒരുക്കുന്നു, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു, നന്മയും കരുണയും ഓർഡർ ചെയ്ത് വെച്ചിരിക്കുക. എന്തിനാ? ഞാൻ പോകുന്നിടത്ത് എൻ്റെ പുറകെ വരണം. നന്മയുടെയും കരുണയുടെയും പുറകെ നമ്മൾ കിടന്ന് ഓടുക. ദൈവം പറഞ്ഞിരിക്കുന്ന ഈ നന്മയും കരുണയും നമ്മുടെ പുറകെ വരണമെന്നാണ്. നമ്മൾ കർത്താവിനെ ഇടയനാക്കി അവൻ്റെ പുറകെ പോയാൽ മാത്രം മതി. ഇത് രണ്ടും നമ്മുടെ പുറകെ വന്നോളും. ഇന്ന് ഈ ഓർഡർ വിടുമ്പോഴാണ് പ്രശ്നം. ഈ പട്ടി വാല് കടിക്കുന്ന കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ നിന്ന് പട്ടി കിടന്ന് ഇങ്ങനെ കറങ്ങുന്നതാണ്. ഇതുപോലാണ് വിശ്വാസികളും. നന്മയും കരുണയും പിടിക്കാൻ വേണ്ടി തിരിയും. അപ്പോൾ അതുങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവൻ്റെ പുറകെ, അതുങ്ങൾ ഓടി നമ്മുടെ പുറകെ വരും, പിന്നെയും കിടന്ന് കറങ്ങും. വിശ്വാസികൾ കിടന്ന് വട്ടത്തിൽ കറങ്ങുക നന്മയും കരുണയും പിടിക്കാൻ. നന്മയും കരുണയും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം അവരോട് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് നമ്മുടെ പുറകെ നിൽക്കാനാ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ആരായും. ദൈവം എനിക്ക് എന്തൊക്കെയാ കരുതുന്നു എന്നുള്ളത് ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യനിലുള്ളത് അവനില് മാനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആർ അറിയും? ഔവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. ഇത് നമുക്ക് ദൈവം എനിക്ക് വേണ്ടി എന്തൊരുക്കുന്നു എന്നൊരു ബോധ്യം വരണമെങ്കിൽ എൻ്റെ ഉള്ളിൽ ദൈവാത്മാവ് ഉണ്ടായിരിക്കണം. എനിക്ക് വേണ്ടി എന്തൊക്കെ എൻ്റെ ദൈവം ഒരുക്കുന്നു എന്നുള്ളത് ദൈവാത്മാവിനാൽ എനിക്കറിയാം. പക്ഷെ മനുഷ്യാത്മാവ് കൊണ്ട് മാത്രം ചിന്തിച്ചാൽ 29 നാളെ 30, മറ്റന്നാൾ 1-ാം തീയതി, ദൈവമേ 1-ാം തീയതി എന്തൊക്കെ കൊടുക്കണം, കടം, അയ്യോ വാടക കൊടുക്കണം, അത് കൊടുക്കണം, ഇത് കൊടുക്കണം. ഈ വീട്ടിൽ കിടന്ന് ഈ ടെൻഷൻ അടിക്കുന്ന നിങ്ങളുടെ മക്കളും കാണുന്നുണ്ട്. അതുകൊണ്ട് എന്താ, അവരൊരിക്കലും നിങ്ങളെ അനുകരിക്കത്തില്ല. കാര്യം നിങ്ങളുടെ ഈ ജീവിതവും വിശ്വാസവുമായിട്ട് ഒരു പൊരുത്തമില്ല. അത് ഇന്ത്യൻ റെയിൽവേയുടെ 2 പാളം പോലെ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. പാരലൽ ലൈൻസ് നെവർ. നമ്മുടെ വിശ്വാസവും നമ്മുടെ ജീവിതവും ഒന്നായിരിക്കണം പ്രിയപ്പെട്ടവരെ. ദൈവത്തിൽ നിന്നുള്ള ആത്മാവിനെ പ്രാപിച്ചാൽ നമുക്ക് ഈ ദൈവത്തെ പറ്റി ഒരു അറിവ് കിട്ടും. ആ അറിവ് എനിക്കുണ്ടെങ്കിൽ ഞാൻ ഈ ലോകത്തിലെ ഒരു കാര്യത്തെപ്പറ്റി എനിക്കൊരു ഭാരവുമില്ല. നാളെക്കുറിച്ച് എനിക്ക് ലവലേശം ഭാരമില്ല. കാര്യം എന്താ? എൻ്റെ ദൈവം അത് അറിയുന്നു. അവൻ എന്നെ പോറ്റും പുലർത്തും.